ഇപ്പോൾ പി.വി. അൻവറിനൊപ്പം നമ്മുടെ പ്രതിനിധി അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഒരു പത്രിക തള്ളിയിരിക്കുന്നു. തള്ളി എന്നത് പി.വി. അൻവർ സമ്മതിക്കുന്നില്ല. പകരം പറയുന്നത് അദ്ദേഹം നൽകുന്ന വിശദീകരണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് മെയിൽ അയച്ചിട്ടുണ്ട് എന്നതാണ്. എന്താണ് നേരത്തെ കൂട്ടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട സാങ്കേതിക കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരുന്നത്? അങ്ങനെ ഒരു അനുമതി കിട്ടില്ല, അല്ലെങ്കിൽ പത്രിക സ്വീകരിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണോ സ്വതന്ത്രനായി കൂടി പത്രിക സമർപ്പിച്ചത്? നിലവിൽ ഒരു പത്രികയാണ് തള്ളിയിട്ടുള്ളത്. ഒരു പത്രിക അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി.വി. അൻവറിന് മത്സരിക്കാം എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ആ ഒരു സംശയം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും പി.വി. അൻവറും പങ്കുവച്ചിരുന്നു. ഈ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പാർട്ടിയല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സമാണ് ഇത്തരത്തിലുള്ള പത്രിക തള്ളാനുണ്ടായ കാരണമെന്നാണ് പി.വി. അൻവർ തന്നെ മധുമി ന്യൂസിനൊപ്പം ചേരുകയാണ്. നിലവിൽ ഈ പത്രിക തള്ളാനുള്ള കാരണമായിട്ട് എന്താണ് പറയുന്നത്? പത്രിക എപ്പോഴും തള്ളിയിട്ടില്ല. ഇറ്റ് ഇസ് അണ്ടർ കൺസിഡറേഷൻ, അണ്ടർ ഡിസ്കഷനിലാണ്. ദേ വാണ്ട് ക്ലാരിഫിക്കേഷൻ ഫ്രം ദി നാഷണൽ ഇലക്ഷൻ കമ്മീഷൻ. അതാണ് അതിൻ്റെ പൊസിഷൻ. അതായത് ഇന്നലെ പറഞ്ഞിരുന്നു ഇത്തരത്തിലൊരു സാങ്കേതിക തടസ്സമുണ്ട് എന്നുള്ള കാര്യം. നേരത്തെ അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടത്തി അതിൻ്റെ നിയമ നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നാഷണൽ പാർട്ടി ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ആസാമിലും അതുപോലെ തന്നെ ത്രിപുരയിലും AITC ഇങ്ങനെ ഈ രീതിയിൽ നോമിനേഷൻ കത്ത് കൊടുത്തിട്ട് അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ പോകുമ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ അത് പറഞ്ഞാണ്, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്കുള്ള ഡിസ്ക്രിപ്ഷനും ഉണ്ട്. അതിൽ ചില നിയമങ്ങളും ചില ചട്ടങ്ങളൊക്കെ ക്ലാരിഫിക്കേഷൻ വരാത്തുണ്ട്. പിന്നെ സുപ്രീം കോടതിയോ നിയമ ഭേദഗതിയൊക്കെ വന്നിട്ടാണ് ഇതിൽ ക്ലാരിഫിക്കേഷൻ ഉള്ളത്. അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേജാണിത്. അതുകൊണ്ട് തന്നെ ആയിരുന്നു നമ്മളൊരു പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് രണ്ടും കൊടുത്തു. സ്വതന്ത്രമായിട്ടും കൊടുത്തു, AITC ആയിട്ടും കൊടുത്തു. അപ്പോൾ ആ ക്ലാരിഫിക്കേഷൻ അവർ വെയിറ്റ് ചെയ്യാണ്. ഇനി പിന്നെ ആ തീരുമാനമായി കഴിഞ്ഞാൽ വിവരം അറിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രനായിട്ടാണോ AITC ആണോ. ഈ ഒപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെന്നൊക്കെ നേരത്തെ പറയപ്പെടുന്നു, അങ്ങനെയൊന്നുമില്ലേ? പച്ചക്കള്ളെന്ന് പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒപ്പ് വേണ്ടല്ലോ. പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് ഇവിടെ മത്സരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നം. സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ 10 ആളുടെ പിന്തുണ വേണം. പൊളിറ്റിക്കൽ പാർട്ടിക്ക് അത് വേണ്ട. അതാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിയും സ്വതന്ത്രനും തമ്മിലെ വ്യത്യാസം. എന്നിട്ട് ഒപ്പിടാത്തതുകൊണ്ടാണ് ഈ തള്ളിപ്പോയത് എന്നൊക്കെ പറയുന്ന വിഡ്ഢികളുടെ ഒരു വിവരമില്ലാത്ത വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്ലാരിഫിക്കേഷനിന് ശേഷം ഈ ഇപ്പോൾ ഇലക്ഷനൊക്കെ ഒരു ഹാഫ് ആൻ അവറിൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിനൊന്നും ഒരു പ്രസക്തിയും നിലമ്പൂരിനെ സംബന്ധിച്ചില്ല. നിലമ്പൂരിൽ പി.വി. അൻവർ ഉയർത്തിയ വിഷയങ്ങളാണ്. അവിടെ ആരാണ് പിണറായിസത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയത്? ആരാണ് ഈ പിണറായിസം എന്ന് പറയുന്ന കുടുംബാധിപത്യ, ഏകാധിപത്യ, സ്വേച്ഛാധിപത്യ, എന്താ പറയുക, അഴിമതി നിറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ തന്നെ, തൊഴിലാളി പാർട്ടിയായ ഒരു പാർട്ടിയെ കാൽച്ചുവട്ടിൽ ചവിട്ടി നിർത്തിയിട്ട് പൊതുവായിട്ട് എന്താ പറയുക, ഈ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതിയതാണ് ഈ മൊത്തം എന്ന് പറയുന്ന ഈ പിണറായിസം. അതിലേക്ക് മരുമോനിസം കൂടി ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങളോട് നെഞ്ചു പിരിച്ച് പറഞ്ഞത് പി.വി. അൻവർ മാത്രമാണ്. ഇത്തരത്തിൽ പി.വി. അൻവർ ഒരു വിശദീകരണം നൽകുകയാണ്. എന്തായാലും അരമണിക്കൂർ കൂടി ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നു. ഒരു പത്രിക തള്ളി എങ്കിൽ പോലും സ്വതന്ത്രമായി മത്സരിക്കാൻ പി.വി. അൻവറിന് നിലവിൽ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്നുള്ളതാണ്. ഒപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പി.വി. അൻവർ അവിടെ വിശദീകരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണ് 10 പേരുടെ പിന്തുണയുള്ള ഒപ്പ് വേണ്ടത്. തൃണമൂൽ കോൺഗ്രസ് ഒരു പാർട്ടിയായി മത്സരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നും കൂടി ഉള്ളൂ. അത്തരത്തിലുള്ള പ്രചരണം തെറ്റാണെന്നും കൂടി പി.വി. അൻവർ പറഞ്ഞു വയ്ക്കുകയാണ്.